അപ്പോസ്തല പ്രവൃത്തികൾ 13:3. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. എപ്പോഴും പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക എന്നത് നാം ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ഒരു ചോദ്യവും കൂടാതെ അംഗീകരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നതിനെക്കുറിച്ച് പലർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ളതായി കണ്ടിട്ടുണ്ട്. പുതിയ നിയമവിശ്വാസികൾ ഉപവസിക്കേണ്ടതില്ല എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ യേശു കാണിച്ചു തന്ന മാതൃകയും ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലർ ഉൾപ്പെടെയുള്ള വിശ്വാസികളും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്ന് കാണുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നാം ഉപവസിച്ച് തന്നെ പ്രാർത്ഥിക്കണം എന്ന് ഗ്രഹിക്കാം. യേശു പരസ്യ ശുശ്രൂഷയ്ക്ക് ആരംഭമിടുന്നത് സ്നാനമേറ്റനന്തരം 40 ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എന്നാൽ യേശുവിനോട് കൂടെ ആയിരുന്ന ശിഷ്യർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ മണവാളൻ വിട്ടുപിരിയുന്ന നാഴിക വരും, അപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കും എന്ന മറുപടിയാണ് അവിടുന്ന് നൽകിയത്. അതിൽ നിന്നും ശിഷ്യരും ഉപവസിക്കാനൊരു കാലം ഉണ്ടെന്ന് വ്യക്തമാണ്. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ 13-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി വേർതിരിക്കാൻ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നതും കാണാം. തുടർന്ന് അവർ ആ ശുശ്രൂഷയ്ക്കായി അവരെ വേർതിരിക്കുകയും അവരുടെ മേൽ കൈവച്ച് അവരെ അയക്കുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതും കൃത്യമായി രേഖപ്പെടുത്തുന്നു. എന്തിനൊക്കെ വേണ്ടി നാം ഉപവസിക്കണം എന്നതുകൂടെ അറിയണം. പൈശാചിക ശക്തികളുടെ അവകാശങ്ങൾ തകർന്ന് ജീവിതങ്ങൾ സ്വതന്ത്രമാകാൻ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നും വിശ്വാസത്തിൻ്റെ വർധനവിന് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നും യേശു പഠിപ്പിച്ചു. യേശു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ പ്രേക്ഷിത ശുശ്രൂഷകൾക്കായി വേർതിരിക്കുകയും ചെയ്യുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവീക ശുശ്രൂഷകൾക്ക് വേർതിരിയുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്നാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.